കോഴിക്കോട് ജില്ലയിലെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമായ വയലടയുടെ സമീപ പ്രദേശങ്ങളിൽ പുതിയ ക്വാറികൾ അനുവദിക്കുന്നതിനെതിരെ നാട്ടുകാർ. ഇത് ടൂറിസം വികസനത്തിനും തിരിച്ചടിയാകുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. കോഴിക്കോട് ജില്ലയിലെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമായ വയലടയിലേക്ക് നിത്യേന നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. മലബാറിന്റെ ഗവി എന്നറിയപ്പെടുന്ന ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ പുതിയ ക്വാറികൾ അനുവദിക്കുന്നത് ടൂറിസം വികസനത്തിനും തിരിച്ചടിയാകുമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. വയലടയിലെ നിലവിലെ ഖനന മേഖലയിലെ കരിങ്കൽ ശേഖരം ഏതാണ്ട് തീർന്നതോടെയാണ് തോരാട് മലയിലേക്ക് ഖനന പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമെന്നാണ് ആരോപണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ ഖനനാനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 2007 കനത്ത മഴയെ തുടർന്ന് തോരാട് മലയിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിൽ പ്രദേശത്തിന് നേരിയ ഭൂചലന സാധ്യതയുണ്ടെന്ന് കണ്ടെത്തുകയും 100ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ പ്രദേശത്തിന് സമീപത്താണ് പുതിയ ക്വാറി ആരംഭിക്കാൻ ശ്രമിക്കുന്നതെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. സുന്ദരമായിട്ടുള്ള ഈ ഒരു പ്രദേശം ചെരിഞ്ഞു കിടക്കുന്ന ഒരു താഴ്വരയിലേക്കാണ് കിടക്കുന്നത്. കുറുബയിൽ എന്ന് പറയുന്നത് ഇവിടുന്ന് ഒഴുകുന്ന വെള്ളമാണ് ദാഹജലമായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവിടെ താഴെയൊന്നും കിണറുകളില്ല. നിങ്ങളൊരു സർവേ വേണമെങ്കിൽ നടത്തി നോക്കിയാൽ ഒരൊറ്റ വീട്ടിലും കിണറില്ല. മുഴുവൻ വീട്ടിലേക്ക് ഓസിട്ടതാണ്. അങ്ങനെയാണ് അവരെ ദാഹജലം കിട്ടുന്നത്. അത് മുഴുവനും നശിച്ചു പോകും. ഈ നാടൊന്നായിട്ട് നശിച്ചു പോകുന്നുള്ള ഒരു ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ജനങ്ങൾ ഒന്നായിട്ട് ആശങ്കയിൽ എന്നുള്ളത്. ഈ മലയിലൊരു ഇടിച്ചിലുണ്ടായാൽ ഈ തോരാട്ടോ കുറുമ്പോയിലുള്ള ആളുകൾക്ക് മാത്രമല്ല, ഇത് കോട്ടനിറ വരെ വാരിശ്ശേരി പഞ്ചായത്തിലെ കോട്ടനിറ ആ പ്രദേശം മഞ്ഞപ്പുഴ വരെ ഒഴുകി ആ പ്രദേശം മുഴുവൻ മണ്ണിൻ്റെ അടിയിലാകുന്ന ഒരു സ്ഥിതിവിശേഷം വരും. ക്വാറിക്ക് അനുമതി കൊടുക്കാതിരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും നാട്ടുകാരോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നും VT സൂരജ് MLA പറഞ്ഞു. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി എന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ നാടിൻ്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ, ജീവജാലങ്ങൾക്ക് അവരുടെ ജീവനം നിലനിർത്താൻ അപൂർവൻ സസ്യങ്ങൾക്ക് വേണ്ടി ഇവിടെയുള്ള നീർച്ചാലുകൾ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ കുടിവെള്ള ക്ഷാമമൊക്കെ പരിഹരിക്കുന്നതാണ്. ആ നീർച്ചാലുകളൊക്കെ അതുപോലെ നിലനിൽക്കേണ്ടത് ജലദൗർബല്യത അനുഭവിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ആവശ്യകതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നാട്ടുകാരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാടിൻ്റെ ആശങ്ക കണക്കിലെടുക്കണം. ഈ നാട്ടുകാരോടൊപ്പം നിന്നുകൊണ്ട് ഈ പ്രയാസങ്ങൾക്കും അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നമ്മളൊക്കെ ഉണ്ടാവും. തോരാട് മലയിൽ കരിങ്കൽ ക്വാറിക്കായി നിർമ്മിച്ച റോഡ് അരുവിക്ക് സമീപം ജനപ്രതിനിധികൾ അടങ്ങുന്ന സംഘം സന്ദർശിച്ചു. ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.